ഇത് കണ്ട, ഇത് നമ്മളെ പച്ചക്കറീൻ്റെ മുളക്, പഴുത്ത മുളക് പറിച്ചിട്ട് ഇരുന്ന് ഉണക്കി എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഇത് മെയ് 18 വന്ന മഴയോടുകൂടി ഉണക്കലങ്ങ് നിന്ന്. അതിനുശേഷം ചാക്ക് കെട്ടി വെച്ച സാധനമാണ്. ഒരു 2 ദിവസത്തെ ഉണക്കം കൂടി ഉണ്ടെങ്കിൽ സെറ്റാകുന്ന സാധനമാണ്. പിന്നെ ഉണക്കാൻ പറ്റാണ്ട് പൂപ്പ് കെട്ടി. ഞാനെന്നിട്ട് 10-15 വെള്ളത്തിൽ കഴുകിയിട്ടും ഈ കെട്ട വെള്ളത്തിൻ്റെ കളർ കൂടുന്നതിനല്ലാണ്ട് കുറയുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ ഉള്ളിൽ പൊട്ടിയിട്ട് പൂപ്പ് പുറത്തേക്ക് വന്നിട്ട് കളർ കൂടുന്നതാണ്. അങ്ങനെ ഞാൻ ശരിക്കൊന്ന് കഴുകി എടുത്തിട്ട്, ഈ വെള്ളം ഇപ്പോൾ ഓൾറെഡി വെള്ളത്തിലാണ് ഉള്ളത്. എന്നിട്ട് അപ്പുറത്തുനിന്ന് ഇവിടെ വിരിക്കേണ്ട സാധനമൊന്നുമില്ല, അപ്പുറത്തുനിന്ന് ഒരു ലുങ്കിയെല്ലാം സംഘടിപ്പിച്ചിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഈ വെയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം പൂപ്പിൻ്റെ ഇതാണ് ടേസ്റ്റ് ഉണ്ടാവുക. എന്തായാലും ഏതിനെങ്കിലും നനച്ചിട്ട് അവിടെ വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഉണക്കിയിട്ട് മാറ്റി വെച്ചിട്ട് വെള്ളമാറിയിട്ട് തെങ്ങിൻ്റെ താടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എടുക്കുന്ന സമയത്ത് അതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കീടനാശിനി കുറയും എന്നെനിക്കൊരു വിശ്വാസമുണ്ട്. കാരണം നല്ല എരിവുള്ള സാധനമല്ല. എൻ്റെ കയ്യെല്ലാം പോച്ചെടുക്കുന്നുണ്ട് ഇപ്പം കഴുകാൻ നിന്നിട്ട്. അത് ഞാൻ നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ടാണ്. വേണ്ട, ഇതല്ല കേട്ടോ, ഇത് നമ്മളിപ്പം വാങ്ങിയിട്ട് ഉണക്കുന്നതാണ്, പൊടിക്കാൻ കൊടുക്കുന്നതാണ്. ആ കാണുന്ന സാധനം ഇത് അതും ഇതുമാണ് നമ്മളെ പഴയത്. നാശകോശായിന് അത് അത്രയും പൂപ്പിൻ്റെ ടേസ്റ്റാണ് വരും. അതുകൊണ്ട് പൊടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബളാക്കിയിട്ട് അതെല്ലാം ഉണങ്ങട്ട്. ഇത് മാത്രമല്ല, വേറെയും ഉണ്ട്. അത് കഴുകാൻ നിന്നിട്ടില്ല ഞാൻ. അത് നമ്മളെ മറ്റേ കൊട്ടയില്ലേ, നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ, അതിൻ്റെ അകത്ത് നിറച്ചുകൊണ്ട് അപ്പുറത്ത് കിടക്കുന്നത്. അത് പൂപ്പ് കൊണ്ട് പറങ്ങി കാണുന്നില്ല. ഏതായാലും തടം തുറന്നിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചങ്ങായിമാർക്കെല്ലാം ഒന്ന് കാണിച്ചു തരുന്നതാണ്. ഓക്കെ.